ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, എല്ലാ വർഷത്തെയും ജാനുവരിയിലെ PSC ബുള്ളറ്റിൻ എഡിഷൻ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും. തൊട്ട് മുമ്പത്തെ വർഷത്തെ ഒരു റീക്യാപ്പ് ആയിരിക്കും ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ഏരിയയിൽ PSC ബുള്ളറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തവണത്തെ PSC ബുള്ളറ്റിൻ 2026 ജനുവരിയിലെ PSC ബുള്ളറ്റിനെ 2025 ഒരു റീക്യാപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് അതിനകത്തുള്ളത്. അതാണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഈ ഒരു പാർട്ടോട് കൂടെ അത് തീരില്ല, കുറച്ചധികം ഭാഗങ്ങളായിട്ടാണ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. എല്ലാ ഭാഗവും കണ്ടാൽ അതിൻ്റെതായ ഉപയോഗം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. ആ ഒരു യൂസ്ഫുൾ ആയിരിക്കും, എന്തായാലും 100% യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്കറിയാം, അങ്ങനെ PSC ബുള്ളറ്റിന് വരുന്ന ആ ഒരു ജാനുവരിയിൽ ഇടുന്ന ആ ഒരു കറണ്ട് അഫെയർ, ഇയർ എൻഡിങ് കറണ്ട് അഫെയർസ് മുഴുവൻ ഇടുമ്പോൾ അതിൽ നിന്നാണ് PSC എല്ലായ്പ്പോഴും കറണ്ട് അഫെയർ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുക്കാറുള്ളത്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്, മിസ് ചെയ്യാതെ കാണുക. പിന്നെ എനിക്ക് പറ്റും പോലെ കോഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക, യൂസ്ഫുൾ ആകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഫസ്റ്റ് പാർട്ട് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത ഭാഗം കൂടെ കാണുക. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് കേരളത്തിൻ്റെയാണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെ ഇന്ത്യയുടേതും കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഭാഗം കൊണ്ട് ഇത് തീരില്ല. ഓക്കെ, അപ്പോൾ കേരളം: ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം CM വിത്ത് മീ എന്ന സിറ്റിസൺ കണക്ട് സെൻറ്റർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. നമുക്കറിയാം, ഇങ്ങനെയൊക്കെ ജനങ്ങളോട് ഇത്രയും ഇൻട്രാക്ട് ചെയ്യുന്ന സെഷൻസൊക്കെ കൊണ്ടുവരുന്ന ഒരു സ്റ്റേറ്റ് വേറെ കുറവാണല്ലേ. അത് നമ്മളെ കേരളം തന്നെയാണ്. അപ്പോൾ ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം CM വിത്ത് മീ, മുഖ്യമന്ത്രി എന്നോടൊപ്പം CM വിത്ത് മീ ഈ സിറ്റിസൺ കണക്ട് സെൻറ്റർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ചരിത്രം വിശദീകരിക്കുന്ന രാജ്യത്തെ, ശ്രദ്ധിക്കണം, രാജ്യത്തെ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? അത് നമ്മുടെ കേരളത്തിലാണ്. നമ്മുടെ PSCയുടെ ആസ്ഥാനം എവിടെയാ? പട്ടമാണല്ലേ. അപ്പോൾ പട്ടത്താണത്. തുളസി ഹിൽ പാലസ്, പട്ടത്താണ് ആദ്യമായിട്ട് PSC മ്യൂസിയം നിലവിൽ വന്നത്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട്, വേറൊരു സ്റ്റേറ്റും കൊണ്ടുവന്നിട്ടില്ല, കേരളമാണ് ആദ്യമായിട്ട് PSC മ്യൂസിയം കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തത്: കേരളത്തിൽ ആദ്യമായി മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്യുന്ന കുംഭാര സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന കുമ്മറ ഭാഷയിൽ പുറത്തിറങ്ങുന്ന നിഘണ്ടുവിൻ്റെ പേര് എന്താണ്? ഓക്കെ, അപ്പോൾ മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ, അവരുടെ സമുദായമാണ് കുംഭാര സമുദായം അല്ലേ. അവർ സംസാരിക്കുന്ന ഭാഷയാണ് കുമ്മറ ഭാഷ. ആ ഭാഷയിൽ ഒരു നിഘണ്ടു പുറത്തിറങ്ങുവാണ്. അതിൻ്റെ പേരാണ്, നിഘണ്ടുവിൻ്റെ പേരാണ് സ്വമ്മ്. സ്വമ്മിൻ്റെ അർത്ഥം എന്താ? നിധി. ഇത് നമുക്ക് എങ്ങനെ ഓർക്കാം? സ്വമ്മ് അല്ലേ. സ്വമ്മ്, മൺപാത്ര നിർമ്മാണം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണല്ലോ കുംഭാര സമുദായം, കുമ്മറ ഭാഷ. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ ഈ ഒരു പിന്നെ കാലഘട്ടത്തിൽ നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിലും ഫുഡൊക്കെ എങ്ങനെയാണ് വെക്കുന്നത്? പെട്ടെന്ന് ഉണ്ടാക്കാനല്ലേ നമ്മൾ നോക്കുന്നത്. നമ്മൾ ഈ മണ്ണിൻ്റെ ചട്ടിയും കലമൊന്നും ഉപയോഗിക്കുന്നവർ കുറവാണ്, ഇല്ല എന്നല്ല, കുറവാണ്. കൂടുതലായിട്ടും പിന്നെ കുക്കറിലൊക്കെ കറിയൊക്കെ വെക്കുന്നു, നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലേ. അപ്പോൾ എവിടെന്നെങ്കിലൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണെങ്കിലും മൺപാത്രത്തിൽ നമുക്ക് സാധനങ്ങളൊക്കെ, നമ്മൾ ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിളമ്പുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ് അല്ലേ. അതിനൊരു പ്രത്യേക എന്താണ്? അതിനൊരു പ്രത്യേക സ്വാദാണ് അല്ലേ. അപ്പോൾ അങ്ങനെ പ്രത്യേക സ്വാദാണെങ്കിൽ നമ്മൾ എന്താ പറയുക, അത് കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇത്തിരി വിഷ്വലൈസ് ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഭയങ്കര ഡ്രമാറ്റിക്കലിയൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെങ്ങനെ പറയും? അടിപൊളി. പെൺകുട്ടികളെ മെയിനായിട്ടുള്ളൊരു ഇതാണല്ലേ അത്. സൂപ്പർ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താ പറയുക? എന്ന് പറയും അല്ലേ. ഇംഗ്ലീഷിലാണ് നമ്മളെങ്ങനെ എഴുതും? സൂപ്പർ അല്ലേ. അങ്ങനെ പറയൂലേ. അപ്പോൾ നമ്മളെന്ത് പറയും? സൂപ്പർ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ല സ്വാദുള്ളതുകൊണ്ടല്ലേ. നല്ല സ്വാദുള്ളതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നല്ല സ്വാദുണ്ടെങ്കിലാണ് എന്ത് പറയുക? നല്ല സ്വാദുണ്ടെങ്കിൽ നമ്മൾ പറയും, മൺപാത്രത്തിൽ ഉണ്ടാക്കി തരുന്ന ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പറയും സൂപ്പറാണ് അല്ലേ. സ്വാദ് നമ്മൾ പറയും. അപ്പോൾ നല്ല സ്വാദുള്ള ഫുഡായിരിക്കും, അപ്പോൾ നമ്മൾ പറയും അങ്ങനെ ഓർക്കാലോ അത്. ഓക്കെ,
പിന്നെ ഇവരെ സമുദായം ഏതാണെന്ന് പറഞ്ഞാൽ കുംഭാര. അതെങ്ങനെ നമ്മൾ ഓർക്കുക? ഇങ്ങനെ സ്വാദുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തന്നാൽ നമ്മൾ വയറ് നിറച്ച് കഴിക്കൂലേ? അതിനെന്താ പറയുക? കുഞ്ഞു മക്കളോട് നമ്മൾ പറയില്ലേ കുംഭ നിറച്ച് കഴിക്കണം എന്ന് പറയില്ലേ? അപ്പോൾ എന്താ അത്? കുംഭാര, കുംഭ, അങ്ങനെ ഓർക്കാലോ. കുംഭാര സമുദായം അല്ലേ? അതുപോലെ തന്നെ അത് അത്രയും ആ ഒരു ചെറിയൊരു കണക്ഷൻ എനിക്ക് കിട്ടിയതാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക. കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. അപ്പോൾ സംസ്ഥാനത്ത് മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്യുന്ന കുംഭാര സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന ഭാഷ കുമ്മറ ഭാഷ. ആ കുമ്മറ ഭാഷയിൽ പുറത്തിറങ്ങുന്ന നിഘണ്ടുവിൻ്റെ പേരാണ് സ്വമ്മ്. സ്വമ്മിൻ്റെ അർത്ഥം എന്താണ്? നിധി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓർത്തത്? മൺപാത്ര നിർമ്മാണമാണ്. അപ്പോൾ മൺപാത്രത്തിലൊക്കെ ഫുഡ് ഉണ്ടാക്കി തന്നാൽ നല്ല സ്വാദായിരിക്കും. നമ്മൾ എന്ന് പറയും. അപ്പോൾ സ്വാദ് സ്വം അല്ലേ? നമുക്ക് അങ്ങനെ ഫുഡ് കിട്ടുമ്പോൾ നമുക്ക് എന്താ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ഫുഡ് കിട്ടുമ്പോൾ നമുക്ക് നിധി കിട്ടിയ പോലെ അല്ലേ? ഭയങ്കര ആരോഗ്യകരമായ അതുപോലെ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും മനസ്സിനൊരു സന്തോഷമുള്ള സാധനമല്ലേ? അപ്പോൾ അത് നമുക്ക് എന്തുപോലെയാണ്? നമുക്കൊരു നിധി കിട്ടിയ മാതിരിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിധി. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുംഭ നിറച്ച് കഴിക്കും. എവിടെ ഇരുന്നാ കഴിക്കുക? മുറ്റത്തിരുന്നാണോ കഴിക്കുന്നത്? എവിടെ ഇരുന്നാ നമ്മൾ കഴിക്കുന്നത്? അറയ്ക്കകത്തിരുന്നാന്ന് ഓർത്താൽ മതി. കുമ്മറ. കുംഭ നിറച്ച് കഴിക്കും. എവിടെ? അറയ്ക്കകത്തിരുന്ന്. കുമ്മറ, അറ, കുമ്മറ. ഓക്കെ അല്ലേ? ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്യുന്ന കുംഭാര സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന കുമ്മറ ഭാഷയിൽ പുറത്തിറങ്ങുന്ന നിഘണ്ടുവിൻ്റെ പേരാണ് സ്വം. സ്വമ്മിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പറഞ്ഞേ? നല്ല സ്വാദുള്ള പറയുന്ന ഭക്ഷണം കിട്ടിയാൽ അത് നിധിയാണ്. അപ്പം അർത്ഥം എന്താണ്? നിധി. ഓക്കെ. ഇനി ഈ ഒരു കുമ്മറ ഭാഷയിലുള്ള നിഘണ്ടു ഇത് തയ്യാറാക്കുന്നത് ആരാണ്? കക്കോടി കൊല്ലങ്കണ്ടി VK ബാബു. കക്കോടി കൊല്ലങ്കണ്ടി VK ബാബു. നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ പറഞ്ഞതായിട്ട് തന്നെ കണക്ട് ചെയ്ത് താളപേരോട് ഓർത്തിരിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും കേട്ടോ. അപ്പോൾ അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുമ്പോൾ നമ്മളാണേലും മിക്കപ്പോഴും അമ്മേനോടും അച്ഛനോടും അല്ലെങ്കിൽ ഉമ്മാനോടും ഉപ്പാനോടൊക്കെ വഴക്കുണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പിണങ്ങിയിരിക്കും അല്ലേ? അങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? എനക്കൊന്നും വേണ്ട, എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് വേണ്ട, അങ്ങനെ പറയും അല്ലേ? വിശക്കുന്നൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയും. ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ അടി ഉണ്ടാക്കുന്നത് ഇതുപോലെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയമായിരിക്കും. അപ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നവരെ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ വിശക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിശക്കുമ്പോൾ നമ്മൾ പതുക്കെ പോകും അടുക്കളയൊക്കെ അല്ലേ? പതുക്കെ പോയിട്ട് നമ്മൾ കഴിക്കാൻ നോക്കും. അതിന് എന്താ പറയുക? നമ്മൾ കട്ട് കഴിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ? കട്ട് കഴിക്കുക. അല്ല നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കക്കാൻ നോക്കുക അവിടെ അല്ലേ? കക്കാൻ നോക്കുക. അങ്ങനെ നമ്മൾ കട്ട് കഴിച്ചിട്ട് നമ്മളെങ്ങാനും പിടിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നമ്മളെ പിടിച്ചാൽ എന്താ? നമ്മളെ വീട്ടുകാരല്ലേ? നമ്മളെ തല്ലിക്കൊല്ലൊന്നുമില്ല അല്ലേ? നമ്മളെ കളിയാക്കി കൊല്ലും. നമ്മളെ കൊല ചെയ്യും. അങ്ങനെ ഓർത്താൽ പോലെ നമ്മളെ കളിയാക്കി കൊല്ലും അഥവാ നമ്മളെ കൊല ചെയ്യും. അതാണ് നമ്മളങ്ങനെ കക്കാൻ വേണ്ടിയിട്ട് പോയാൽ സ്വാദുള്ള ഫുഡ് നമ്മൾ കക്കാൻ വേണ്ടിയിട്ട് പോയാൽ നമ്മളെ പിന്നെ കൊല വിളിച്ചു. കൊല്ലങ്കണ്ടി VK ബാബു. കക്കോടി കൊല്ലങ്കണ്ടി VK ബാബു. കക്കോടി കൊല്ലങ്കണ്ടി VK ബാബു. ഓക്കെ അല്ലേ? എവിടെയെങ്കിലൊക്കെ കത്തു കേട്ടോ എക്സാം ഹാളിൽ എന്തായാലും. ഓക്കെ. അപ്പോൾ അടുത്ത നോക്കാം. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം. ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലിൻ്റെ പേരെന്താ? യാനം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം നടന്നത് എവിടെയാണ് നടന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലിൻ്റെ പേരോട് ഓർത്തിരിക്കണം. യാനം, യാത്ര, ട്രാവൽ, അങ്ങനെ ഇത് കിട്ടുമല്ലോ. ട്രാവലിൻ്റെ മലയാളമാണ് യാത്ര, യാനം എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പോൾ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ എവിടെ നടന്നു? വർക്കല. എങ്ങനെ ഓർക്കാം? നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ബസ്സിലായിക്കോട്ടെ, കാറിലായിക്കോട്ടെ, ട്രെയിനിലായിക്കോട്ടെ, എന്തിലാണെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ചില ആൾക്കാർ ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ട് കേൾക്കും. ഇനിയിപ്പോൾ അതല്ല പ്രൈവറ്റ് ബസ്സൊക്കെ ആണെങ്കിലോ ചില ആൾക്കാർ ബസ്സിൽ വെച്ച പാട്ട് നല്ല ആസ്വദിച്ച് കേട്ട് പുറത്തേക്കൊക്കെ നോക്കി സ്വപ്നമൊക്കെ കണ്ടിരുന്ന് ആ പാട്ടിലെ നായകന്മാരൊക്കെ നമ്മളായിട്ട് സങ്കല്പിച്ച് അങ്ങനെയൊക്കെ ഇരിക്കും അല്ലേ? ചില ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഹെഡ്സെറ്റ് ഫോണിൽ കുത്തിയിട്ട് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കും. ചില ആൾക്കാർ ഇതൊന്നുമല്ല, ബസ്സിൽ കയറി അവിടെ എന്തായി പോകും? ഉറങ്ങിപ്പോകും അല്ലേ? ഇനി ഇതൊന്നും അല്ലാത്ത ചില ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യും? അവരുടെ കയ്യിലുള്ള ബുക്സൊക്കെ വായിക്കും. അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ലിറ്റററി വർക്ക്സൊക്കെ അവരെന്ത് ചെയ്യും? വായിക്കും. അവരുടെ കയ്യിലുള്ള ലിറ്റററി വർക്ക്സൊക്കെ അവർ വായിക്കും. ഓക്കെ. അവരുടെ കയ്യിലുള്ള ലിറ്റററി വർക്ക് അവർ വായിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടൂലേ? എന്താ നമുക്ക് വേണ്ടത്? ലിറ്റററി വർക്ക്സ് അല്ലേ? ട്രാവൽ ലിറ്റററി വർക്ക്സ്. നമുക്കിത്
യാനം വർക്കല. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം നടന്നത് എവിടെയാണ്? നമുക്കവിടെ കിട്ടൂലേ? അതായത് ആൾക്കാർ എന്ത് വായിക്കുന്ന നമ്മൾ പറഞ്ഞ ട്രാവൽ ചെയ്യുമ്പോൾ ലിറ്റററി വർക്ക്സ് വായിക്കും. സാഹിത്യ പുസ്തകങ്ങളും സാധനങ്ങളൊക്കെ ആൾക്കാർ ട്രാവൽ ചെയ്യുമ്പോൾ വായിക്കും. അങ്ങനെ അവരെന്താ അപ്പം അത് ചുമ്മാ ഇരിക്കുകയാണോ? അല്ല, ട്രാവൽ ചെയ്യുമ്പോൾ ലിറ്റററി വർക്കുകൾ അവർ വായിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ലിറ്റററി വർക്കുകൾ വർക്കല, ലിറ്റററി വർക്കുകൾ വർക്കല. ഇനി നമുക്ക് ലിറ്റററി വർക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം? ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വായിക്കുന്ന ആൾക്കാർ ചുമ്മാ ഇരിക്കുമല്ലോ, അവർ വർക്ക് ചെയ്യുകയാണ് അല്ലേ? അങ്ങനെ ഓർക്കാം. അവരുടെ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ ചുമ്മാ ഇരിക്കുമല്ലോ, അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലാണ് യാനം. അതെവിടെയാണ് നടന്നത്? ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവല് വർക്കല. ട്രാവൽ ചെയ്യുമ്പോൾ ലിറ്റററി വർക്ക് വായിക്കും. ലിറ്റററി വർക്കല, ലിറ്റററി വർക്കല. അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ലിറ്റററി ബുക്കുകൾ വായിക്കുന്ന ആൾക്കാർ വെറുതെ ഇരിക്കുമല്ല, വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഓർത്തിരിക്കാലോ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ നേടിയ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ നേടിയ പോലീസ് സ്റ്റേഷൻ ഏതാണ്? അതൊരു അംഗീകാരമല്ലേ, ISO സർട്ടിഫിക്കേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ അല്ലേ? അത് ഏത് പോലീസ് സ്റ്റേഷന് കിട്ടിയാലും അവർക്ക് സന്തോഷമല്ലേ? അവരെന്താ പറയുക? ഹായ്, ഞങ്ങൾക്ക് നേട്ടം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? ആർത്തുല്ലസിക്കും. എന്താ ചെയ്യുക? ആർത്തുല്ലസിക്കും. അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ നേടിയ പോലീസ് സ്റ്റേഷനാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ഇനി അടുത്ത് നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കിയത് കേരളത്തിൽ. ഇതുവരെ ഇപ്പോൾ ഇങ്ങനെ ഇടക്കിടക്കായിട്ട് ഡിസാസ്റ്റർ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം, എന്താണ് നമ്മുടെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേര്? കവചം അല്ലേ? അപ്പോൾ കവചം എന്ന് പറയുന്ന ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് നമ്മുടെ കേരളത്തിലാണ്. ഓക്കെ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘമാണ് ഗന്നറ്റ്സ്. ഇത് രൂപീകരിച്ച സംസ്ഥാനവും കേരളമാണ്. ഓക്കെ. സമ്പൂർണ്ണ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം, അതിൻ്റെ പേരെന്താ? വനിതാ സ്കൂബ ഡൈവിംഗ് സംഘത്തിൻ്റെ പേരാണ് ഗന്നറ്റ്സ്. ഗന്നറ്റ്സ് രൂപീകരിച്ചത് കേരളമാണ്. വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം, വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം കേരളത്തിൻ്റെതാണ്. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ സംഘത്തിൻ്റെ പേരും കൂടെ ഒന്ന് ഓർക്കണം, ഗന്നറ്റ്സ്. ഇതിന് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് കോഡൊന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. എനിക്ക് ജസ്റ്റ് ഒരു ഓർമ്മ വന്നത് ഈ ഗന്നറ്റ് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളതാണ്. അതും വലിയ കോഡൊന്നുമല്ല. അതായത് സ്കൂബ ഡൈവിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത് വെള്ളവുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ ഈ ഗന്നറ്റ്സ് എന്ന് പറയുന്നതിൽ എന്തുണ്ട്? ഒരു നെറ്റ് ഉണ്ടല്ലേ, നെറ്റ് എന്ന് പറയുന്നതും നമ്മൾ വലയെറിയുന്നതൊക്കെ ഓർത്തിട്ട് അങ്ങനെയാണ് ഞാൻ അത് ജസ്റ്റ് ഗന്നറ്റ് എന്നുള്ള പേരങ്ങ് ഓർത്ത് വെച്ചേക്കുന്നത്. നല്ല കോഡുകളുണ്ടെങ്കിൽ സ്വീകരിക്കുന്നതാണ് പറയുക. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘമാണ് ഗന്നറ്റ്സ്. രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ ആര് പ്രഖ്യാപിച്ചു? മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. എന്നാണ് പ്രഖ്യാപിച്ചത്? അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആ ഒരു നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞ ഫാക്റ്റ് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെ നമ്മളോട് ചോദിക്കും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ മാറ്റി ചോദിക്കുക? ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചത് ആരാണ്? പിണറായി വിജയൻ. എന്നാ പ്രഖ്യാപിച്ചത്? പിണറായി വിജയൻ കേരള പിറവി ദിനത്തിൻ്റെ അന്നാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. 2025 നവംബർ 1 കേരളത്തിൻ്റെ പിറന്നാളിൻ്റെ അന്നാണ്, കേരളത്തിൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ എന്തായിട്ട് പ്രഖ്യാപിച്ചത്? അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത്. ഓക്കെ അല്ലേ? ഇനി ഹരിത ടൂറിസം കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച നമ്മുടെ കേരളത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരള വന ഗവേഷണ കേന്ദ്രം. ഹരിത ടൂറിസം കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച കേരള വന ഗവേഷണത്തിന് കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം. ഹരിത ടൂറിസത്തിൽ വരുന്ന ഒരു മ്യൂസിയമാണ്. അപ്പോൾ ഏത്? നിലമ്പൂർ തേക്ക് മ്യൂസിയം. ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച കേരള വന ഗവേഷണത്തിന് കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം. ഓക്കെ. ഇനി
2025 ജനുവരി 21 നടപ്പിലാക്കിയ കേരളത്തിലെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഈ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം കൊണ്ടുവന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പം അത് നടപ്പിലാക്കിയ ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്. എപ്പോഴാണ്? 2025 ജനുവരി 21 ഓർത്തിരിക്കണം. ജനുവരി 21. ഓക്കെ അല്ലേ? അപ്പം അത് ആ സംവിധാനത്തിൻ്റെ പേരെന്താ? കവചം അല്ലേ? കവചം. എന്താണ് കവചത്തിൻ്റെ ഫുൾ ഫോം? കവചം. ഇംഗ്ലീഷിൽ KAWACHAM അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അതിൽ കവചത്തിൽ കെയുടെ കൂടെയുള്ളയും ഡബ്ല്യൂയുടെ കൂടെയുള്ളയും എ സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. കവചം. കേരള. ഡബ്ല്യു എന്തിനു സ്റ്റാൻഡ് ചെയ്യുന്ന? വാർണിംഗ്സ്. കേരളത്തിൻ്റെ മുന്നറിയിപ്പ് സംവിധാനമാണല്ലേ. അപ്പം കേരള വാർണിംഗ്സ്. എന്തിനു വേണ്ടിയിട്ട്? ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലേ? ദുരന്തങ്ങളെ മാനേജ് ചെയ്യാനുള്ളതാണ് അല്ലേ? അപ്പം കേരള വാർണിംഗ്സ്. പ്രതിസന്ധികൾ വന്നാൽ, ഹസാർഡസ് വന്നാൽ അതിനെ മാനേജ് ചെയ്യാനുള്ള കേരളത്തിൻ്റെ വാർണിംഗ് സിസ്റ്റമാണ് കവചം. ഓക്കെ, ഫുൾ ഫോം പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം കവചം എന്നാണ് നടപ്പിലാക്കിയത്? 2025 ജനുവരി 21. ഇന്ത്യയിൽ തന്നെ ഒരു ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ഓക്കെ, 2025 ഓഗസ്റ്റ് 22 കേരളത്തിനെ എന്താക്കി പ്രഖ്യാപിച്ചു? ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. 2025 ഓഗസ്റ്റ് 22. ഈ പിക്ചറൊക്കെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഒരു അമ്മയുടെ കയ്യിൽ ഫോൺ വെച്ചിട്ട് മുഖ്യമന്ത്രി അതിലോട്ട് നോക്കി ചിരിക്കുന്ന അങ്ങനെ ഒരു പിക്ചർ ഓർത്തിരുന്നാൽ ഈ പോയിന്റൊക്കെ നമുക്ക് പുഷ്പം പോലെ മനസ്സിലോട്ട് വരും. 2025 ഓഗസ്റ്റ് 22 ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി ഔദ്യോഗികമായി കേരളത്തെ പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 22 കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഫസ്റ്റ് കേരളം ആദ്യമായിട്ട് കൊണ്ടുവന്ന എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം ആദ്യമായിട്ട് കൊണ്ടുവന്നു. പിന്നെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു. പിന്നെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു അല്ലേ? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ സ്കൂബ ഡൈവിംഗ് ഒരു സംഘം അത് കൊണ്ടുവന്നത് കേരളമാണെന്ന് പറഞ്ഞു. നമ്മുടെ കേരളം ഒട്ടും മോശമല്ല അല്ലേ? ഓക്കെ, അപ്പോൾ ബാക്കി നോക്കാം. ഇനി വയോജനങ്ങളുടെ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുമാണ് നോക്കാം. വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനവും കേരളമാണ്. അടുത്ത ഒരാദ്യം നമുക്ക് കിട്ടി അല്ലേ? അതിദാരിദ്ര്യം നമ്മളായി, ദുരന്ത സാധ്യത നമ്മളായി, പിന്നെ എന്തോന്ന് ഇപ്പോൾ നമ്മൾ വേറെ ഒരെണ്ണം കൂടെ പുതിയത് പഠിച്ചില്ലേ? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നമ്മളായി. ആദ്യമായിട്ട് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനവും നമ്മളാണ്, കേരളമാണ്. ഓക്കെ, എവിടെയാണ് കേരളത്തിൻ്റെ വയോജന കമ്മീഷൻ്റെ ആസ്ഥാനം? നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ, തിരുവനന്തപുരമാണ്. പിന്നെ വയോജന കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 5 അംഗങ്ങളാണ്. അതിലെ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും കാലാവധി 3 വർഷമാണ്. സംസ്ഥാന വയോജന കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 5. അവരുടെ കാലാവധി, അംഗങ്ങളുടെയും ചെയർമാൻ്റെയും കാലാവധി 3 വർഷമാണ്. ഈ അംഗങ്ങളുടെ എണ്ണം 5 എന്ന് ഓർക്കാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. പക്ഷെ നിങ്ങളത് അംഗങ്ങളുടെ എണ്ണം തന്നെയായിട്ട് എടുക്കണം. അതായത് അത് കൊണ്ടുപോയിട്ട് അംഗങ്ങളുടെ കാലാവധി ആക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ വയോജനം എന്ന് നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്താ? വി അല്ലേ? ഈ വി എന്ന് പറയുന്നത് റോമൻ ലെറ്ററിൽ 5 അല്ലേ? അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ 5 എന്ന് പറയുന്നത് എണ്ണമാണ്. 1 2 3 4 5 അങ്ങനെയുള്ള എണ്ണമാണല്ലോ. അപ്പോൾ വയോജന കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണമാണ് 5 എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഓക്കെ, വയോജനം എന്ന് എഴുതുമ്പോൾ അതിൽ ഫസ്റ്റ് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ വി ആണ് വരിക. ആ വി എന്ന് പറയുന്നത് റോമൻ ലെറ്റർ 5 ആണ്. 5 എന്ന് പറയുന്നത് ഒരു എണ്ണമാണ്. അപ്പോൾ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണമാണ് 5 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവരുടെ കാലാവധിയാണ് 3 വർഷം. അതുപോലെ ഇതിൻ്റെ പിന്നെ സംസ്ഥാന സർക്കാർ പുതുതായി രൂപീകരിച്ച ഈ വയോജന കമ്മീഷൻ്റെ ആദ്യത്തേതായതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കെ സോമപ്രസാദാണ്.
സോമപ്രസാദാണ്. ഓക്കെ, അപ്പം അതെങ്ങനെ ഓർത്തിരിക്കാം? വയോജനങ്ങളാണല്ലേ. വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ? പ്രായമായവരല്ലേ. പ്രായമാവുമ്പോൾ എന്താ പറയുക? പ്രായമാവുമ്പോൾ വയ്യാന്ന് പറയും അല്ലേ. പ്രായമാവുമ്പോൾ എന്താ പറയുക? വയ്യാന്ന് പറയും. ഓക്കെ, വയോജനം എന്ന് നമ്മളെങ്ങനെ എഴുതുക? വയോജനം നമ്മളെങ്ങനെ എഴുതും അല്ലേ? വയോജനം അല്ലേ. അപ്പോൾ ആളുടെ പേര് സോമപ്രസാദ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സോമപ്രസാദ് അല്ലേ. അപ്പം ഈ വയ്യാണ്ടാവുമ്പോൾ നമ്മൾ എന്താ പറയുക? അയ്യോ എനിക്ക് വയ്യേ, അയ്യോ എനിക്ക് വയ്യേ. വയോജനങ്ങളുടേത് അയ്യോ എനിക്ക് വയ്യേ. വയ്യാണ്ടാവുമ്പോൾ എന്ത് ചെയ്യണം? വയ്യാണ്ടാവുമ്പോൾ വയ്യ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആൾക്ക് വയ്യ എങ്കിൽ നമ്മൾ എന്ത് വാങ്ങണം? മരുന്ന് വാങ്ങണം. വയ്യെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മരുന്ന് വാങ്ങണം. അതിങ്ങനെ ആലോചിക്കണം. അയ്യോ എനിക്ക് വയ്യേ. അപ്പോൾ നമ്മൾ എന്ത് പറയണം? ആൾക്ക് വയ്യ അല്ലേ? ഇല്ല, ആൾക്ക് വയ്യ. നമ്മൾ എന്ത് വാങ്ങിക്കൊടുക്കണം? വയ്യാത്ത ആൾക്കാർക്ക് നമ്മൾ എന്ത് വാങ്ങിക്കൊടുക്കണം? മരുന്ന് വാങ്ങിക്കൊടുക്കണം. നമ്മൾ എന്ത് വാങ്ങിക്കൊടുക്കണം? മരുന്ന് വാങ്ങിക്കൊടുക്കണം. മരുന്നൊക്കെ വാങ്ങിക്കൊടുത്ത് ആളെ ഹെൽത്തൊക്കെ ഓക്കെ ആയാൽ ആളുടെ മുഖത്ത് പിന്നെ ഒരു പ്രസാദമൊക്കെ വരൂലേ. അപ്പം അത് സോമപ്രസാദ്. ഓക്കെ അല്ലേ. അപ്പോൾ വയോജനങ്ങളുടെ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? കെ സോമപ്രസാദ്. ഓക്കെ, വയോജനങ്ങൾക്ക് വീട്ടിലൊരു മുറി നിർബന്ധമാക്കിയ നിയമം കൊണ്ടുവന്ന സംസ്ഥാനവും നമ്മുടെ കേരളമാണ്. നമുക്കറിയാവുന്നതാണ്. ഈ ഇടയ്ക്ക് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. വയോജനങ്ങളുടെ സേവനങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ആദ്യമായിട്ട് ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്താണ് എലിക്കുളം. ഓർത്തിരിക്കണം. വയോജനങ്ങളുടെ സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ ആദ്യത്തെ ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്താണ് എലിക്കുളം പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ഇടനാഴിയാണ് മാനവീയം വീഥി. കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ഇടനാഴിയാണ് മാനവീയം വീഥി അല്ലേ. അത് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? അതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ സൗഹൃദ ഇടനാഴി എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ എല്ലാ ജനറേഷനിലും ഉള്ള പ്രശ്നമാണ്. പുതിയ തലമുറയിലെ കുട്ടികളെ ഡൈജസ്റ്റ് ചെയ്യാൻ പഴയ തലമുറയിലെ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഇപ്പം നിലവിലുള്ള ഈ ഒരു ജനറേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ പഴയ തലമുറയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരുടെ വേഷം കാണുകയാണേലും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കാണുകയാണേലും അവരുടെ ഓരോ കാട്ടിക്കൂട്ടലുകളൊക്കെ കാണുമ്പോൾ ആൾക്കാരെന്താ പറയുക? പ്രായമുള്ള ആൾക്കാർ, വയോജനങ്ങളൊക്കെ എന്താ പറയുക? മാനോ നാണോ ഒന്നും ഇല്ലാത്ത കുട്ടികൾ. എന്താ പറയുക? നാണോ മാനോ ഒന്നുമില്ല അല്ലേ. അവർ പറയും മാനോ ഇല്ല, നാണോ ഇല്ല. മാനവീയം വീഥി. അപ്പോൾ സൗഹൃദ ഇടനാഴിയിലൂടെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പോകുമ്പോൾ വയോജനങ്ങളൊക്കെ എന്താ പറയുക? ജസ്റ്റ് ഒരു കോഡാട്ടോ. അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. സൗഹൃദ ഇടനാഴിയിലൂടെ കുട്ടികൾ പോകുമ്പോൾ വയോജനങ്ങൾ എന്ത് പറയും? മാനോ നാണോ ഒന്നുമില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക്, എല്ലാം കണക്കാ എന്ന് പറയും. മാനോ നാണോ ഒന്നുമില്ല, മാനമില്ല. മാനവീയം വീഥി. വഴിന്ന് വരെ എന്ത് വേണേലും കാട്ടിക്കൂട്ടാം. മാനവീയം വീഥി. ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ഇടനാഴി മാനവീയം വീഥി. ഇനി കേരളത്തിലെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത പഞ്ചായത്ത് ഏതാണ്? അതിദരിദ്രരില്ലാത്ത പഞ്ചായത്ത് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത പഞ്ചായത്താണ് കോട്ടയം പഞ്ചായത്ത്. അതെങ്ങനെ നമുക്ക് ഓർക്കാം? അത്രയും ദാരിദ്ര്യമാണെന്നുണ്ടെങ്കിൽ, അതായത് അത്രയും ദാരിദ്ര്യമാണ്, 5 പൈസ നമ്മളെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മീൻസ് അത്രയും വിശപ്പാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. അതായത് വിശപ്പ് വന്നാൽ പിന്നെ നമ്മുടെ എത്തിക്സ് ഒക്കെ നമ്മൾ കൊണ്ടുപോയി കാട്ടിക്കളയും. 5 പൈസ നമ്മളെ കയ്യിലില്ല, നമ്മളിപ്പോൾ ഒരാഴ്ചയായി അല്ലെങ്കിൽ 4-5 ദിവസമായി മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാളുടെ മനസ്സിലോട്ട് എന്താ വരിക? എങ്ങനെയെങ്കിലും ഫുഡ് എവിടെന്നെങ്കിലും ഒപ്പിച്ച് കഴിക്കണം അല്ലേ. അപ്പോൾ എങ്ങനെയെങ്കിലും കഴിക്കും എന്ന് പറയുമ്പോൾ കട്ടിട്ടാണെങ്കിലും കഴിക്കും അല്ലേ. 5 പൈസ കയ്യിലില്ല, ഒരു 3-4 ദിവസം നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. 3-4 ദിവസമൊക്കെ പോട്ടെ, ഒരു ദിവസം തന്നെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയാൽ നെക്സ്റ്റ് ഡേ നമ്മുടെ കോലമൊക്കെ മാറൂലേ. നമുക്ക് വിശപ്പ് എന്ന് പറയുന്ന ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലൊക്കെ വളരെ ദാരുണമായിട്ട് കൊല്ലപ്പെട്ട ആളെയൊക്കെ നമുക്കറിയാം അല്ലേ. അതൊന്നും പറയണ്ട. അപ്പോൾ കോട്ടയം നമ്മൾ ഓർക്കാൻ നമ്മൾ എന്ത് പറയണം? കട്ടിറ്റാണെങ്കിലും നമ്മൾ തിന്നും. അത് പഞ്ചായത്താന്ന് നമ്മൾ ഓർക്കണ്ടേ. പഞ്ചായത്ത് നമുക്ക് ആ പഞ്ച് കൊണ്ട് തുടങ്ങാം. പാഞ്ച് അല്ലേ. 5 പൈസ കയ്യിലില്ലെങ്കിൽ എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം പഞ്ചായത്ത്. 5 പൈസ കയ്യിലില്ലെങ്കിൽ, ഹിന്ദിയിൽ 5 എന്ന് പറഞ്ഞാൽ 5 അല്ലേ. 5 പൈസ കയ്യിലില്ലെങ്കിൽ, അതായത്
പഞ്ചായത്ത്. ഇപ്പം 5 പൈസ പോലും കയ്യിലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? കോട്ടയം, കട്ട്, കോട്ട, കട്ട്, കോട്ട, കട്ട്, അങ്ങനെ ആ ഒരു ട്യൂണിൽ ഓർക്കണം കേട്ടോ. കട്ടിട്ടാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കും. അത്രയും അതിദരിദ്രരാണ് എന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കുക. അപ്പം അതിദരിദ്രരാണ്, 5 പൈസ കയ്യിലില്ല. അപ്പം 5 പൈസ കയ്യിലില്ലെങ്കിൽ കട്ടിട്ടാണെങ്കിലും ഫുഡ് കഴിക്കും. കോട്ടയം, കട്ട്, കോട്ട, അങ്ങനെ ഓർക്കുക. അടുത്തത് 2025 ഏപ്രിൽ 14 കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായി, ഇതാ ഞാൻ പറഞ്ഞ പഞ്ചായത്ത്, മണ്ഡലം, നഗരസഭ എല്ലാം വേറെ വേറെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായി പ്രഖ്യാപിച്ച നിയമസഭാ നിയോജക മണ്ഡലമേത്? മണ്ഡലമാണ് ചോദിക്കുന്നത്. ഉത്തരം ധർമ്മടമാണ്, കണ്ണൂരാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ധർമ്മമൊക്കെ എടുക്കുന്ന ആൾക്കാർ, അതായത് ഈ ഭിക്ഷക്കാരില്ലേ, അങ്ങനെ പറയുമല്ലോ ധർമ്മം എടുക്കുന്ന ആൾക്കാർ, ഭിക്ഷക്കാർ. ഈ ഭിക്ഷക്കാരൊക്കെ നമ്മൾ എന്താ വിചാരിക്കുക? ഭിക്ഷ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ഈ എന്ത് മണ്ടന്മാരല്ലേ ഭിക്ഷ എടുക്കുന്നു, വേറെ വല്ല പണിക്കും പോയിക്കൂടെ, എന്തൊരു മണ്ടന്മാരാണ് എന്ന് നമ്മൾ വിചാരിക്കും. നമ്മളങ്ങനെ വിചാരിക്കണ്ട. എന്താ, ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു, ഒരു യാചകൻ മരിച്ചപ്പോൾ അയാളുടെ ബാഗിലുണ്ടായിരുന്ന പൈസ 4.5 ലക്ഷം രൂപയാണ് അയാളുടെ ബാഗിലുണ്ടായിരുന്നത്. ആരാ മണ്ടന്മാർ? നമ്മളാണോ അവരാണോ? അപ്പോൾ നമ്മളങ്ങനെ വിചാരിക്കും. ധർമ്മം ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എന്ത് മണ്ടന്മാരാണല്ലേ, അവർക്ക് ലൈഫ് ഉണ്ടോ, മര്യാദയ്ക്ക് ഒരു ഡ്രസ്സ് പോലും ഇടുന്നില്ല, അവരിങ്ങനെ നടക്കുക, മര്യാദയ്ക്ക് ജോലിക്ക് പോകുന്നില്ല, സൊസൈറ്റിയിൽ ഒരു സ്റ്റാറ്റസ് ഇല്ല, എന്തൊരു മണ്ടന്മാരാണല്ലേ, അങ്ങനെ വിചാരിക്കില്ലേ. അപ്പോൾ മണ്ഡലമാണ് ധർമ്മടം. അത് അതിദാരിദ്ര്യമുക്ത മണ്ഡലമായി പ്രഖ്യാപിച്ച നിയമസഭാ നിയോജക മണ്ഡലമാണ് ധർമ്മടം. അവരങ്ങനെ ഇറങ്ങുന്നത് അവരുടെ കയ്യിൽ ആദ്യം ഒന്നും പൈസ ഇല്ലാത്തതുകൊണ്ട്, ഈ പറയുമ്പോൾ ദാരിദ്ര്യം അവരെ വേട്ടയാടിയിട്ടായിരിക്കുമല്ലോ അവർ ഇറങ്ങുന്നത്. അപ്പം അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏത്? മണ്ടന്മാരായിട്ട് കാണുന്ന ആരെയും നമ്മളെ ധർമ്മം എടുക്കുന്നത്. ധർമ്മടം, കണ്ണൂർ. ഇനി കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നഗരസഭയാണ് ഷൊർണൂർ. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നഗരസഭ. എനിക്ക് കോഡൊന്നും കിട്ടിയിട്ടില്ല, കിട്ടുന്നവരുണ്ടേ പറയണം കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നഗരസഭയാണ് ഷൊർണൂർ. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. കേരളത്തിലെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത പഞ്ചായത്ത് 5 പൈസ ഇല്ലെങ്കിൽ കട്ടിട്ടാണേലും തിന്നും. കട്ട്, കോട്ട്, കോട്ടയം. ഇനി ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏതാണ്? മണ്ടന്മാരായിട്ട് കാണും ധർമ്മം എടുക്കുന്നവരെ, അപ്പം ധർമ്മടം. ഇനി അതിദാരിദ്ര്യമുക്ത നഗരസഭയാണ് ഷൊർണൂർ. നഗരസഭ ഷൊർണൂർ. ഓക്കെ. ഇനി കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ നഗരം ഏത്? അവക്കാഡോ നഗരമാണ് അമ്പലവയൽ. ഓക്കെ. അതിന് ഞാനൊരു കോഡ് പറയാം. അതായത് കൂടുതൽ ഈ കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ എപ്പോഴാണ് അമ്പലത്തിലൊക്കെ പോവുക? അമ്പലത്തിൽ പോകണമെങ്കിൽ നമ്മൾ പാരൻസൊക്കെ കളിയാക്കി പറയും, ഒന്നുകിൽ പരീക്ഷ തരണം അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ലവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകണം അല്ലേ. പ്രേമിക്കുന്ന പെണ്ണിനെ കെട്ടാൻ പറ്റുമോ ഇല്ലയോ, പെണ്ണിന് വേറെ കല്യാണാലോചന വന്നാൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള വീട്ടിൽ പിടിച്ച് സീനായാൽ കാണാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒക്കെ വിഷയം വരുമ്പോഴും വരും അല്ലേ. അപ്പോൾ അമ്പലത്തിൽ പൊതുവെ ചെക്കന്മാരൊക്കെ അമ്പലത്തിൽ പോയി കുറിയൊക്കെ തൊട്ട് അയ്യോ ഇങ്ങനെ നടക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കുക എന്താടോ, കൂട്ടുകാർ ചോദിക്കുക എന്താടാ, എന്താ അമ്പലത്തിലൊക്കെ എന്താണ് പരിപാടി, എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക, എല്ലാം ആർക്ക് വേണ്ടിയിട്ടാ? അവക്ക് വേണ്ടിയിട്ടാടോ ഞാൻ എവിടെ പോയത്? അമ്പലത്തിൽ പോയത്. അവക്കാഡോ, അമ്പലവയൽ. ഓർക്കണം കേട്ടോ, അവക്കാഡോ അവക്ക് വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ പോയത്. പാടത്തും വയലിലും വരമ്പത്തൊക്കെ കണ്ട് സെറ്റായ പ്രേമമാണ്, അങ്ങനെ കളയാൻ പറ്റുമോ? അപ്പോൾ വയലിലൊക്കെ കണ്ട് സെറ്റായ പ്രേമമാണ്. അപ്പോൾ അവക്ക് വേണ്ടിയിട്ട് എങ്ങോട്ട് പോയി? അമ്പലത്തിൽ പോയി. അമ്പലവയൽ, അവക്കാഡോ. സെറ്റല്ലേ? അപ്പോൾ ഇത്രേ ഇന്ന് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഇത് കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻസ് ദയവ് ചെയ്ത് എന്നെ അറിയിക്കണം. കാരണം നമ്മുടെ ചാനലിലിടുന്ന വീഡിയോസിൻ്റെ വ്യൂസിൻ്റെ അത്ര പോലും, വലിയ വ്യൂ ഉണ്ടെന്നല്ല, എന്നാലും ഇനീഷ്യൽ സ്റ്റേജ് ആണല്ലോ, അപ്പോൾ അത് അത്രയൊക്കെ വ്യൂസ് വരുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ ആ വ്യൂസിൻ്റെ അത്ര പോലും നമ്പർ ഓഫ് ലൈക്സോ കമൻസോ ഒന്നും കാണുന്നില്ല, സബ്സ്ക്രിപ്ഷൻസും അതുപോലെ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ അതുപോലെ എൻ്റെ ചാനലൊന്ന് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, ഉപയോഗപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. ഓക്കെ, താങ്ക് യു.